വേറ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സിലബസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ഗ്ലോക്കോമയിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിഡ്രിയാസിസ് പ്രൊവോക്കേറ്റീവ് ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ഫോർ വിച്ച് ഗ്ലോക്കോമ? ഓപ്ഷൻസ് എ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ബി പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, സി NTG എന്ന് പറഞ്ഞാൽ നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണ്. നമ്മൾ പ്രൊവോക്കേറ്റീവ് ടെസ്റ്റായിട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ 2 ടെസ്റ്റാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് മിഡ്രാറ്റിക് പ്രൊവോക്കേറ്റീവ് ടെസ്റ്റും രണ്ടാമത്തേത് പ്രോൺ ഡാർക്ക് റൂം ടെസ്റ്റും. മിഡ്രാറ്റിക് പ്രൊവോക്കേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മളൊരു വീക്ക് മിഡ്രാറ്റിക് യൂസ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ മിഡ്രാറ്റിക്കിൻ്റെയും മയോട്ടിക്കിൻ്റെയും കൂടെ മിക്സ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ പ്യൂപ്പിളിനെ മിഡ് ഡൈലേറ്റഡ് ആക്കും. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും? ഒന്നുകൂടെ നമ്മൾ IOP ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ മിഡ്രിയാസിസ് യൂസ് ചെയ്തതിന് ശേഷവും അതിന് മുമ്പും ഉള്ള IOP ഡിഫറൻസ് ഒരു 8 മില്ലിമീറ്ററിലേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ മിഡ്രിയാറ്റിക് പ്രൊവോക്കേറ്റീവ് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറയും. ഈ മിഡ്രിയാസിസ് പ്രൊവോക്കേറ്റീവ് ടെസ്റ്റ് നമ്മളിപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രിഫേർഡ് ആയിട്ടുള്ളത് ഡാർക്ക് റൂം ടെസ്റ്റ് ആണ്. അതിൽ നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ ബേസ് ലൈൻ IOP റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളൊരു 1 ഹവർ അവരെ പേഷ്യൻറ്റിനെ ഡാർക്ക് റൂമിൽ കിടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഒന്ന് IOP ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ പ്യൂപ്പിൾ ഡയലേറ്റഡ് ആയിരിക്കുന്ന ടൈമിൽ ഒന്നുകൂടെ IOP ചെക്ക് ചെയ്യുമ്പോൾ ഒരു 8 മില്ലിമീറ്റർ HGനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലോക്കോമ സസ്പെക്റ്റ് ആണെന്ന് പറയാം. അതാണ് ഡാർക്ക് റൂം ടെസ്റ്റിൽ വരുന്നത്. ഇതുകൂടെ മനസ്സിലാക്കി വെക്കുക. നോർമൽ ഡയണൽ വേരിയേഷൻ ഓഫ് ഇൻട്രാക്കുലർ പ്രഷർ എന്ന് പറയുന്നത് ഒരു 3 to 6 മില്ലിമീറ്റർ HG ആണ്. അതും കൂടെ ഓർത്ത് വെക്കുക. മോർണിംഗിലാണ് എപ്പോഴും IOP, ഈവനിങ്ങിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാണപ്പെടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഡ്രിയാറ്റിക്സ് ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇഫ് ദ ആൻറ്റീരിയർ ചാമ്പർ ഈസ് ഓപ്ഷൻസ് എ ഡീപ്പ്, ബി ഷാലോ, സി നോർമൽ, ഡി ഇറഗുലർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഷാലോ ആണ്. ആൻറ്റീരിയർ ചാമ്പർ ഷാലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിഡ്രിയാറ്റിക്സ് അത് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. നമ്മളെ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമേൻ്റെ ഒരു റിസ്ക് ഫാക്ടർ കൂടെയാണ് ഷാലോ ആൻറ്റീരിയർ ചാമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 100 days glaucoma is seen in options A central retinal artery occlusion, B central retinal vein occlusion, C neovascular glaucoma, D steroid induced glaucoma. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ ആണ് പറയുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇത് സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷനായിട്ടും കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് കൂടുതൽ സോഴ്സുകളും പറയുന്നത് സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ തന്നെയാണ്. 100 days glaucoma is a neovascular glaucoma occurring in CRVO. It consists of occlusion of central retinal vein without significant retinal ischemia. This results in a venous stasis. Recurrent hemorrhages are frequent and neovascularization of retina and optic disc develop. Retina undergoes pigmentary and atrophic changes. Serious complications are cystoid degeneration of macula, optic atrophy and hemorrhagic or neovascular glaucoma. ഈ ഹെമറാജിക് അല്ലെങ്കിൽ ന്യൂവാസ്കുലർ ഗ്ലോക്കോമ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 100 days ഗ്ലോക്കോമ തന്നെയാണ്. അതായത് CRVO ഉണ്ടായിട്ട് 3 months കഴിഞ്ഞു, 3 months അതായത് 90 days കഴിഞ്ഞിട്ടാണ് 100 days ഗ്ലോക്കോമ എന്നറിയപ്പെടുന്ന ന്യൂവാസ്കുലർ ഗ്ലോക്കോമ അല്ലെങ്കിൽ ഹെമറാജിക് ഗ്ലോക്കോമ കാണപ്പെടുക. അതുകൊണ്ടാണ് ഇതിനെ 100 days ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത്. Next question, in early glaucomatous cupping, disc is options A round, B oval vertically, C oval horizontally, D pinpoint. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓവൽ വെർട്ടിക്കലി ആണ്. ഇയർലി ഗ്ലോക്കോമാറ്റസ് ചേഞ്ചസിൽ ഉൾപ്പെടുന്നവയാണ് വെർട്ടിക്കൽ ഓവൽ ഡിസ്ക്, അസിമെട്രി ഓഫ് ഗ്രേറ്റർ ദാൻ 0.2 ബിറ്റ്വീൻ ദ ഐസ്, ലാർജ് കപ്പ് ദാറ്റ് ഈസ് 0.6 or more, പാലർ ഓഫ് ദ ഡിസ്ക്, സ്പ്ലിഞ്ചർ ഹെമറേജസ് ആൻഡ് അട്രോഫി ഓഫ് RNFL. അപ്പോൾ ഇയർലിയസ്റ്റ് ഗ്ലോക്കോമാറ്റസ് ചേഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ദ ഐസ് സസെപ്റ്റബിൾ ടു ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ആർ ഓപ്ഷൻസ് എ ഹൈപ്പർമെട്രോപ്പിക് ഐ, ബി മയോപ്പിക് ഐ, സി അസ്റ്റിഗ്മാറ്റിക് ഐ, ഡി സ്യൂഡോഫാഗിക് ഐ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഹൈപ്പർമെട്രോപ്പിക് ഐ ആണ്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണെങ്കിൽ കുറച്ചുകൂടെ മയോപ്പിക്കിലാണ് കാണാറുള്ളത്. എന്നാൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണെങ്കിൽ ഹൈപ്പർമെട്രോപ്പിക് ഐസിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബീറ്റ ബ്ലോക്കേഴ്സ് ലോവർ IOP മെയിൻലി ബൈ ഓപ്ഷൻസ് എ ഡിക്രീസ്ഡ്
aqueous production, B. increased aqueous drainage, C. lower episcleral venous pressure, D. all of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ മുമ്പ് ഫാർമക്കോളജി ഭാഗത്തും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഭാഗത്തുമൊക്കെ ഗ്ലോക്കോമയുടെ ഡ്രഗ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ ഡിക്രീസ്ഡ് അക്വസ് പ്രൊഡക്ഷൻ ആണ്. നമ്മുടെ ബീറ്റ ബ്ലോക്കേഴ്സിന് എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാപ്പിഡ് ചേഞ്ച് ഇൻ പ്രസ്ബയോപിക് കറക്ഷൻ ഈസ് എ ക്ലാസിക്കൽ ഫീച്ചർ ഓഫ്. ഓപ്ഷൻസ് എ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ബി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, സി ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ, ഡി സെനൽ കാറ്ററാക്ട്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ്. അതായത് നമ്മളുടെ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ IOP ഇൻക്രീസ് ചെയ്യുന്നത് കാരണമായിട്ട് നമ്മളെ സീലിയറി മസിൽസിലും അതിൻ്റെ നെർവ് സപ്ലൈയിലും ഒക്കെ പോയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ പ്രഷർ കാരണം കൊണ്ട് എന്താവും, നമ്മൾ അക്കോമഡേഷനൊക്കെ ഫെയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, IOP ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രസ്ബയോപിക് കറക്ഷനും മാറാനുള്ള ചാൻസ് ഉണ്ട്. ഡിലേഡ് ഡാർക്ക് അഡാപ്റ്റേഷനും അതുപോലെ മൈൽഡ് ഹെഡേക്കും കൂടെ എന്താണ്, നമ്മുടെ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ ക്ലാസിക്കൽ ഫീച്ചേഴ്സിൽ വരുന്നവ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളേർഡ് ഹാലോസ് എറൗണ്ട് ലൈറ്റ് ആർ നോട്ട് സീൻ ഇൻ. ഓപ്ഷൻസ് എ early stages of closed angle glaucoma, B early stages of cataract, C acute mucopurulent conjunctivitis, D corneal aberrations. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി കോർണിയൽ അബറേഷൻ ആണ്. ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസിലും കളേർഡ് ഹാലോസ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാൻ ഹെറിക് സ്ലിറ്റ് ലാംപ് ഗ്രേഡിംഗ് ക്ലോസ്ഡ് ആംഗിൾ ഈസ് ഗ്രേഡ് ആസ്. ഓപ്ഷൻസ് എ ഗ്രേഡ് 0, ബി ഗ്രേഡ് 1, സി ഗ്രേഡ് 4, ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഗ്രേഡ് 0 ആണ്. വാൻ ഹെറിക് സ്ലിറ്റ് ലാംപ് ഗ്രേഡിങ്ങിൽ ക്ലോസ്ഡ് ആംഗിളിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. വാൻ ഹെറിക്കിൽ നമ്മൾ ശരിക്കും എന്താ നോക്കുന്നത്, നമ്മൾ ആ ഒരു ആൻറ്റീരിയർ ചേമ്പറിൻ്റെ ഡെപ്താണ് കോർണിയയുടെ ലിംബൽ ഏരിയയായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആൻറ്റീരിയർ ചേമ്പറിൻ്റെ ഡെപ്താണ് നോക്കുന്നത്. അതിൽ ആൻറ്റീരിയർ ചേമ്പറിൻ്റെ ഡെപ്ത് കുറയും തോറും അതിനർത്ഥം എന്തുവാ, ഷാലോ ആയിക്കൊണ്ടിരിക്കുന്ന ആംഗിൾ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് ആംഗിൾ ക്ലോഷറിനുള്ള ചാൻസ് കൂട്ടും. നമുക്ക് ആംഗിൾ ഓഫ് ആൻറ്റീരിയർ ചേമ്പറിൻ്റെ ഫുൾ പോർഷൻസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഓപ്പൺ ആംഗിൾ എന്ന് പറയും. അതിനെ നമ്മൾ വാൻ ഹെറിക്കിൽ ഗ്രേഡ് 4 ആയിട്ടാണ് ഗ്രേഡ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഹാഫ് പോർഷൻസ് മാത്രമേ കാണുന്നുവെങ്കിൽ അതിന് നമ്മൾ ഓപ്പൺ ആംഗിൾ തന്നെ അപ്പോഴും പറയാം. അതിന് നമ്മൾ ഗ്രേഡ് 3 ആയിട്ട് പറയും. പിന്നെ ഒരു 1/4 പോർഷനെ നമുക്ക് കാണുന്നുള്ളൂ എങ്കിൽ അത് നാരോ ആംഗിൾ ആയിട്ട് മാറും. അതിന് നമ്മൾ ഗ്രേഡ് 2 ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആൻഡ് അത് ആംഗിളോഷ പോസിബിൾ ആണ്. ആൻഡ് 1/4 കുറവാണ് നമ്മളുടെ ആംഗിളിൻ്റെ ഓപ്പൺനെസ് എങ്കിൽ നമ്മൾ വെരി നാരോ ആംഗിൾ എന്ന് പറയും. ലൈക്ലി ടു ബി ആംഗിൾ ക്ലോഷർ VH ഗ്രേഡ് 1. ഇനി കംപ്ലീറ്റ് ക്ലോസ്ഡ് ആംഗിൾ ആണെങ്കിൽ നമ്മളതിനെ ഗ്രേഡ് 0 എന്നും പറയും. ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ്ഡ് ഒക്കുലർ പ്രഷർ ഇൻ ബഫ്താൽമോസ് കോസസ് ഓൾ ദ ഫോളോവിങ് എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ സ്ട്രെച്ചിങ് ഓഫ് സ്ക്ലീറ, ബി കോർണിയൽ വാസ്കുലറൈസേഷൻ, സി കോർണിയൽ കർവേച്ചർ പ്രൊമിനൻസ്, ഡി റപ്ചർ ഓഫ് ഡെസ്മൻസ് മെംബ്രെയിൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കോർണിയൽ വാസ്കുലറൈസേഷൻ ആണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ബഫ്താൽമോസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ വാസ്കുലറൈസേഷൻ അതിൽ സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ കോസസ് ഓഫ് സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ സെൻട്രൽ സെറസ് റെറ്റിനോപ്പതി, ബി ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, സി പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ഡി നോൺ ഇസ്ചിമിക് സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ഗ്രാജുവൽ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആണ് വരിക. ബാക്കി എല്ലാ കണ്ടീഷൻസിലും സെൻട്രൽ സെറസ് റെറ്റിനോപ്പതി, ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, നോൺ ഇസ്ചിമിക് സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, ഇതിലൊക്കെ സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആണ് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ വരുന്നത്, ഗ്രാജുവൽ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ വരുന്നത്, സഡൻ പെയിൻഫുൾ ലോസ് ഓഫ് വിഷൻ വരുന്നത്, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് നോട്ട് യൂസ്ഡ് ഇൻ ഗ്ലോക്കോമ ഇവാലുവേഷൻ. ഓപ്ഷൻസ് എ പാക്കിമെട്രി, ബി പെരിമെട്രി, സി കെരാറ്റോമെട്രി, ഡി ഓഫ്താൽമോസ്കോപ്പി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി കെരാറ്റോമെട്രി ആണ്. ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമാണ്. പാക്കിമെട്രി കോർണിയയുടെ തിക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിമെട്രി നമ്മളുടെ വിഷ്വൽ ഫീൽഡിൻ്റെ മെഷർമെൻറ്റിന് ആവശ്യമാണ്. ഓഫ്താൽമോസ്കോപ്പി നമുക്ക് ഫണ്ടസ് ചേഞ്ചസ് അതുപോലെ ഒപ്റ്റിക് ഡിസ്ക് ചേഞ്ചസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്താൽമോസ്കോപ്പി ആവശ്യമാണ്. അപ്പോൾ കെരാറ്റോമെട്രിക്ക് മാത്രമേ അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
POAG field changes may include all the following except options A. Arcuate scotoma, B. hemianopia, C. enlarged blind spot, D. tubular vision. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഹെമിയനോപ്പിയ ആണ്. ഹെമിയനോപ്പിയ എന്ന് പറയുന്നത് വിഷ്വൽ പാത്വേയിൽ ഉണ്ടാവുന്ന ലീഷൻസ് കാരണമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ചേഞ്ച് ആണ്. ബാക്കിയുള്ളവയെല്ലാം നമ്മളെ POAGയിലെ തന്നെ ഫീൽഡ് ചേഞ്ചസ് ആണ്. നമ്മൾ മുമ്പ് ഇത്തരത്തിലുള്ള ഫീൽഡ് ചേഞ്ചസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം, ആവശ്യമുള്ളവർ നോട്ട് ചെയ്ത് വെക്കുക. ഗ്ലോക്കോമാറ്റസ് ഫീൽഡ് ഡിഫക്ട്സ് ആയിട്ട് പറയുന്നവ, ഫസ്റ്റ് പറയുന്നത് ബെയറിംഗ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ട് ആണ്, ഇയർലിയസ്റ്റ് ഫീൽഡ് ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ പാരാസെൻട്രൽ സ്കോട്ടോമ ബിറ്റ്വീൻ 10 and 20 ഡിഗ്രി ഓഫ് വിഷ്വൽ ഫീൽഡ്, അതായത് ജെറംസ് ഏരിയയിൽ. ഇറ്റ് ഈസ് ദ ഇയർലിയസ്റ്റ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻറ്റ് ഫീൽഡ് ഡിഫക്റ്റ്. ഇയർലിയസ്റ്റ് ഫീൽഡ് ഡിഫക്റ്റ് ഏതാണെന്നും ചോദിക്കാം, ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫീൽഡ് ഡിഫക്റ്റ് ഏതാണെന്നും ചോദിക്കാം. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. പിന്നെ അടുത്ത സൈനായിട്ട് പറയുന്നത് സീഡൽ സൈൻ ആണ്, സിക്കിൾ ഷേപ്പ്ഡ് എക്സ്റ്റൻഷൻ ഓഫ് ബ്ലൈൻഡ് സ്പോട്ട്. പിന്നെ ആർക്വേറ്റ് ഓർ ജെറം സ്കോട്ടോമ. പിന്നെ അടുത്തത് റിംഗ് ഓർ ഡബിൾ ആർക്വേറ്റ് സ്കോട്ടോമ. പിന്നെ റോയിനേസ് സെൻട്രൽ നാസൽ സ്റ്റെപ്പ്, പെരിഫറൽ നേസൽ സ്റ്റെപ്പ് ഓഫ് റോയിനേസ്, ട്യൂബുലാർ വിഷൻ വിത്ത് എ ടെമ്പറൽ ഐസലാൻഡ് ഓഫ് വിഷൻ, അഡ്വാൻസ്ഡ് ഫീൽഡ് ലോസ് വിത്ത് എ ടെമ്പറൽ ഐസലാൻഡ് ഓഫ് വിഷൻ ഓൺലി, ആൻഡ് കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ. ഇത്രയും ഫീൽഡ് ഡിഫക്ട്സ് ഇതേ ഓർഡറിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ടെക്സ്റ്റിൽ ഇതിന് മുമ്പായിട്ട് ഐസോപ്റ്റർ കോൺട്രാക്ഷൻ കൂടെ പറയുന്നുണ്ട്. അത് അത്രത്തോളം ഡയഗ്നോസ്റ്റിക് വാല്യൂ ഉള്ള ഒരു ഫീൽഡ് ഡിഫക്റ്റ് അല്ല, വേറെയുള്ള കണ്ടീഷൻസിലും അത് വരാം. അപ്പോൾ അതുകൊണ്ടത് ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. ഇയർലിയസ്റ്റ് ഫീൽഡ് ഡിഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബെയറിംഗ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ട് തന്നെയാണ് പറയേണ്ടത്. ആൻഡ് ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ചോദിച്ചാൽ പാരാസെൻട്രൽ സ്കോട്ടോമ പറയാം. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ദ പ്യൂപ്പിൾ ഈസ് ഓപ്ഷൻസ് എ റൗണ്ടഡ് ഇറിയാക്റ്റീവ് ആൻഡ് ഡയലേറ്റഡ്, ബി പിൻ പോയിൻറ്റ് കൺസ്ട്രക്റ്റഡ്, സി ഓവൽ വെർട്ടിക്കലി ഡയലേറ്റഡ്, ഡി നോർമൽ സൈസ്ഡ് റിയാക്റ്റീവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ഓവലാണ്, വെർട്ടിക്കലി ഡയലേറ്റഡും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർലി ഫീച്ചേഴ്സ് ഓഫ് ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ മൈൽഡ് ഹെഡ് ഏക്ക്, ബി അക്യൂട്ട് ഓൺസെറ്റ്, സി ഫ്രീക്വൻറ്റ് ചേഞ്ച് ഓഫ് പ്രസ്ബയോപ്പിക് ഗ്ലാസസ്, ഡി ക്ലിയർ കോർണിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് അക്യൂട്ട് ഓൺസെറ്റ് അല്ല, അത് ഗ്രാജുവൽ ആയിട്ട് വരുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാൻസസ് ഓഫ് PACG ഇൻക്രീസസ് ഇൻ ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ സ്മോൾ കോർണിയ, ബി ഫ്ലാറ്റ് കോർണിയ, സി ഷാലോ AC, ഡി ഷോർട്ട് ആക്സൽ ലെങ്ത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഫ്ലാറ്റ് കോർണിയ ആണ്. ബാക്കി സ്മോൾ കോർണിയ, ഷാലോ ആൻറ്റീരിയർ ചാമ്പർ, ഷോർട്ട് ആക്സൽ ലെങ്ത് ഇതെല്ലാം പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുടെ ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ദ ഇയർലിയസ്റ്റ് ഫീൽഡ് ഡിഫക്റ്റ് ഈസ് ഓപ്ഷൻസ് എ ആർക്വേറ്റ് സ്കോട്ടോമ, ബി ബെയറിംഗ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ട്, സി ജെറം സ്കോട്ടോമ, ഡി സീഡൽ സ്കോട്ടോമ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മളിപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇയർലിയസ്റ്റ് ഫീൽഡ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബെയറിംഗ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ സ്റ്റേജ് ഓഫ് ഗ്ലോക്കോമാസ് ഓപ്ഷൻസ് എ അബ്സല്യൂട്ട് ഗ്ലോക്കോമ, ബി അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ, സി ടോട്ടൽ ഗ്ലോക്കോമ, ഡി നൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അബ്സല്യൂട്ട് ഗ്ലോക്കോമ ആണ് എൻ സ്റ്റേജ് ഓഫ് ഗ്ലോക്കോമാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോനെറ്റിംഗ് ഓഫ് ബ്ലഡ് വെസൽസ് ഈസ് എ സൈൻ ഓഫ് ഓപ്ഷൻസ് എ ഡയബറ്റിക് റെറ്റിനോപ്പതി, ബി ARMD, സി ഗ്ലോക്കോമ, ഡി റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഗ്ലോക്കോമയാണ്. അഡ്വാൻസ്ഡ് ഗ്ലോക്കോമാറ്റസ് ചേഞ്ചസ് ആയിട്ട് ഒപ്റ്റിക് ഡിസ്കിൽ പറയുന്ന കാര്യങ്ങളാണ് മാർക്ക്ഡ് കപ്പിംഗ്, കപ്പ് സൈസ് ഒരു 0.7 to 0.9 വരെയൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തിന്നിങ് ഓഫ് ന്യൂറോ റെറ്റിനൽ റെയിം, പിന്നെ അതുപോലെ ബയോനെറ്റിംഗ് സൈൻ. ഈ ബയോനെറ്റിംഗ് സൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേസൽ ഷിഫ്റ്റിംഗ് ഓഫ് റെറ്റിനൽ വെസൽസ് വിച്ച് ഹാവ് ദ അപ്പിയറൻസ് ഓഫ് ബീയിങ് ബ്രോക്കൺ ഓഫ് അറ്റ് ദി മാർജിൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സൈൻ. അതായത് നമ്മളുടെ റെറ്റിനൽ വെസൽസ് ഒക്കെ എന്ത് ചെയ്യും? നേസലി ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് അവയുടെ മാർജിൻസിലൊക്കെ എന്തുണ്ടാവും? ഒരു ബ്രോക്കൺ ആയ പോലെ ഉണ്ടാവും. അതിനെയാണ് ബയോനെറ്റിംഗ് സൈൻ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ പൾസേഷൻ ഓഫ് ദ റെറ്റിനൽ ആർട്ടീരിയോൾസ്, അതുപോലെ ലാമെല്ലാർ ഡോട്ട് സൈൻ, ഇവയെല്ലാം ഒപ്റ്റിക് ഡിസ്കിൽ അഡ്വാൻസ്ഡ് ഗ്ലോക്കോമാറ്റസ് ചേഞ്ചസ് ആയിട്ട് കാണപ്പെടുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് എ ലൈക്ലി കോസ് ഓഫ് പെയിൻഫുൾ റെഡ് ഐ ഇൻ എ പേഷ്യൻറ്റ്? ഓപ്ഷൻസ് എ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ബി ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ, സി കൺജക്റ്റിവൈറ്റിസ്, ഡി ഹെർപ്പസ് സിംപ്ലെക്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ.
ബാക്കി എല്ലാ കണ്ടീഷൻസിലും പെയിൻഫുൾ ആയിട്ടുള്ള റെഡ് ഐ ആയിരിക്കും. പക്ഷേ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ചെറിയ മൈൽഡ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും, റെഡ്നെസ് ഒന്നും അങ്ങനെ വല്ലാണ്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഗ്ലോക്കോമ ഈസ് ഓപ്ഷൻസ് എ ഒപ്റ്റിക് ന്യൂറോപ്പതി, ബി റൈസ്ഡ് ഇൻട്രാക്കുലർ പ്രഷർ, സി റെഡ്യൂസ്ഡ് വിഷൻ, ഡി ആംഗിൾ ക്ലോഷർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒപ്റ്റിക് ന്യൂറോപ്പതി ആണ്. ഇനി പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇസ് ബേസിക്കലി എ ടൈപ്പ് ഓഫ് പ്രോഗ്രസീവ് ഒപ്റ്റിക് ന്യൂറോപ്പതി വിത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫോംസ്. റൈസ്ഡ് IOP ഈസ് ജസ്റ്റ് എ സൈൻ. Glaucoma exists without raised intraocular pressure also, normal tension glaucoma. Raised intraocular pressure without neuropathy signs is not glaucoma, it is ocular hypertension. അതായത് ഗ്ലോക്കോമയുടെ ഒരു എസെൻഷ്യൽ ഫീച്ചറായിട്ട് പറയുന്നത് ഒപ്റ്റിക് ന്യൂറോപ്പതി ആണ്. IOP ഇൻക്രീസ് ചെയ്യുന്ന കേസും ഉണ്ടാവാം, IOP നോർമൽ ആയിട്ടുള്ള കേസുകളിലും ഗ്ലോക്കോമ ഉണ്ടാവാം. അതാണ് നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ. എന്നാൽ IOP കൂടിയിട്ടുണ്ട് എന്നാൽ ഒപ്റ്റിക് ന്യൂറോപ്പതി ചേഞ്ചസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ ഗ്ലോക്കോമ എന്നുള്ള കണ്ടീഷൻസിൽ ഉൾപ്പെടുത്തില്ല. അതിന് നമ്മൾ ഒക്കുലാർ ഹൈപ്പർ ടെൻഷൻ എന്ന് മാത്രമേ പറയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഗ്ലോക്കോമ ഇൻക്ലൂഡ് ഓപ്ഷൻസ് എ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ബി ഫാമിലി ഹിസ്റ്ററി ഓഫ് ഗ്ലോക്കോമ, സി ഹൈപ്പോതൈറോയിഡിസം, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ആണ്. ഈ പറഞ്ഞവയെല്ലാം ഗ്ലോക്കോമയുടെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ ഹെഡേക്ക് ആൻഡ് ഐ പെയിൻ ഈസ് ഓപ്ഷൻസ് എ ആബ്സെൻറ്റ്, ബി മൈൽഡ്, സി സിവിയർ, ഡി എക്സ്ക്രൂഷിയേറ്റിംഗ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി മൈൽഡ് ആണ്. നമ്മൾ മുമ്പ് കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെറ്റിനൽ നെർവ് ഫൈബേഴ്സ് മോസ്റ്റ് സെൻസിറ്റീവ് ടു ഗ്ലോക്കോമാറ്റസ് ഡാമേജ് ആർ ഓപ്ഷൻസ് എ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ആർക്വേറ്റ് ഫൈബേഴ്സ്, ബി മാക്കുലാർ ഫൈബേഴ്സ്, സി സുപ്പീരിയർ റേഡിയേറ്റിംഗ് ഫൈബേഴ്സ്, ഡി ഇൻഫീരിയർ റേഡിയേറ്റിംഗ് ഫൈബേഴ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ആർക്വേറ്റ് ഫൈബേഴ്സ് ആണ് റെറ്റിനൽ നെർവ് ഫൈബേഴ്സ് മോസ്റ്റ് സെൻസിറ്റീവ് ടു ഗ്ലോക്കോമാറ്റസ് ഡാമേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒക്കുലർ അസോസിയേഷൻസ് ഓഫ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ CRVO, ബി CRAO, സി റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഡി റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി CRAO ആണ്. ബാക്കിയെല്ലാം CRVO, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ ഇവയെല്ലാം ഒക്കുലർ അസോസിയേഷൻസ് ഓഫ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ കോസസ് ഓഫ് നിയോവാസ്കുലർ ഗ്ലോക്കോമ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഇൻട്രാocular ട്യൂമർ, ബി CRVO, സി ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡി സെൻട്രൽ സെറസ് റെറ്റിനോപ്പതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സെൻട്രൽ സെറസ് റെറ്റിനോപ്പതി ആണ്. ബാക്കിയുള്ളവയെല്ലാം നിയോവാസ്കുലർ ഗ്ലോക്കോമൻ്റെ കോസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽസ് അഫക്റ്റഡ് ഇൻ ഗ്ലോക്കോമാറ്റസ് ഒപ്റ്റിക് ന്യൂറോപ്പതി ആർ ഓപ്ഷൻസ് എ അമാക്രൈൻ സെൽസ്, ബി ബൈപോളാർ സെൽസ്, സി ഗാംഗ്ലിയോൺ സെൽസ്, ഡി റോഡ്സ് ആൻഡ് കോൺസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഗാംഗ്ലിയോൺ സെൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് പ്രൈമറി കൺജനൈറ്റൽ ഗ്ലോക്കോമ ഓപ്ഷൻസ് എ ഫോട്ടോഫോബിയ ഈസ് ദ മോസ്റ്റ് കോമൺ സിംറ്റം, ബി ഹാഫ് സ്ട്രേ മേ ബി സീൻ, സി തിൻ ആൻഡ് ബ്ലൂ സ്ക്ലീറ മേ ബി സീൻ, ഡി ആൻറ്റീരിയർ ചേംബർ ഈസ് ഷാലോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഫോട്ടോഫോബിയ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ സിംറ്റം ആണ്. ഹാഫ് സ്ട്രേ നമുക്ക് കാണാൻ പറ്റും. തിൻ ആൻഡ് ബ്ലൂ സ്ക്ലിയറ മേ ബി സീൻ. ആൻറ്റീരിയർ ചേംബർ എന്താണ്? ഡീപ്പാണ്, ഷാലോ അല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഡ്രഗ് ടു ബി ഗിവൻ ഇൻ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഓപ്ഷൻസ് എ അസറ്റസോളമൈഡ്, ബി അട്രോപ്പിൻ, സി പൈലോകാർപ്പിൻ, ഡി ടിമലോൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അസറ്റസോളമൈഡ് ആണ്. ഫസ്റ്റ് ഡ്രഗ് ടു ബി ഗിവൻ ഇൻ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഫോർ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഓപ്ഷൻസ് എ പൈലോകാർപ്പിൻ, ബി ലേസർ ഐറോഡോട്ടമി, സി ടിമലോൾ, ഡി ട്രാബിക്കുലോപ്ലാസ്റ്റി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലേസർ ഐറോഡോട്ടമി ആണ് അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രൂക്കൻബർഗ് സ്പിൻഡിൽ ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ പിഗ്മെൻ്ററി ഗ്ലോക്കോമ, ബി സിമ്പതറ്റിക് ഓഫ്താൽമൈറ്റിസ്, സി റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ, ഡി ചെലാസിയോൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പിഗ്മെൻ്ററി ഗ്ലോക്കോമയാണ്. പിഗ്മെൻ്ററി ഗ്ലോക്കോമയിൽ കാണുന്ന പിഗ്മെൻറ്റ് ഡിപ്പോസിഷൻസിനെയാണ് നമ്മൾ ക്രൂക്കൻബർഗ് എന്ന് പറയുന്നത്. അത് കാണുന്നത് കോർണിയുടെ ബാക്കിലായിട്ട് കോർണിയൽ എൻഡോത്തീലിയത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രിപ്പിൾ പ്രൊസീജിയർ ഇൻ ഗ്ലോക്കോമ ഇൻക്ലൂഡ്സ് ഓൾ ദ ഫോളോവിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ട്രബിക്കുലക്ടമി, ബി PCOL ഇംപ്ലാന്റേഷൻ, സി എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ, ഡി ഇൻസേർഷൻ ഓഫ് ഗ്ലോക്കോമ ഡ്രെയിനേജ് ഡിവൈസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാക്കി നമ്മുടെ ഗ്ലോക്കോമയുടെ
കേസിൽ ട്രിപ്പിൾ പ്രൊസീജിയറായിട്ട് പറയുന്നവയാണ് ട്രബിക്കുലക്ടമി, PCIOL ഇംപ്ലാന്റേഷൻ, എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ. ഇവ മൂന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ് കോസസ് പിഗ്മെൻറ്റേഷൻ ഓഫ് ഐലിഡ്സ്? ഓപ്ഷൻസ് എ ബ്രിമോണിഡിൻ, ബി ടിമലോൾ, സി ലാറ്റ്നോപ്രോസ്റ്റ്, ഡി ഡോർസോളമൈഡ്. ഇതിൻ്റെ ആൻസർ ലാറ്റ്നോപ്രോസ്റ്റ് ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിനിൽ വരുന്ന ലാറ്റ്നോപ്രോസ്റ്റ് ആണ് ആൻസർ. ഇത് കൂടാണ്ട് ഈ ലാറ്റ്നോപ്രോസ്റ്റ് ഉണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളാണ് ഡ്രൗസിനെസ് ഉണ്ടാക്കും, അതുപോലെ ഹെട്രോക്രോമിയ ഐറിഡിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാക്കുന്നതും ലാറ്റ്നോപ്രോസ്റ്റ് ആണ്. ഈ പറഞ്ഞ മെഡിക്കേഷൻസിൽ ഇൻഫാൻസിൽ അൺസേഫ് ആയിട്ടുള്ളതാണ് ബ്രിമോണിഡിൻ. അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലോക്കോമയിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു ഇതിലെ ഫാർമക്കോളജി ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോക്കോമയിൽ തന്നെയുള്ള. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നവർക്ക് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടും. അല്ലാത്തവർ പഴയ ക്ലാസ്സുകൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണുക. നെക്സ്റ്റിന് കമ്മ്യൂണിറ്റിയുടെ ക്ലാസ്സുകളും പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.